എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് PM കിസാൻ നിധിയുമായി ബന്ധപ്പെടുത്തിയുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം. PM കിസാൻ സമ്മാൻ നിധിയിലെ കർഷകരെ തുടർച്ചയായിട്ട് ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള അറിയിപ്പുകൾ വരുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ്. ഒട്ടുമിക്ക അറിയിപ്പുകളുടെ അവസാനം ഇത് ചെയ്തില്ല എങ്കിൽ കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗഡു ലഭിക്കുകയില്ല എന്ന് ഉണ്ടായിരിക്കുന്നതാണ്. നേരത്തെ 19ാമത്തെ ഗഡു വിതരണത്തിന് മുമ്പ് കതിർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്തില്ല എങ്കിൽ ഗഡു മുടങ്ങുമെന്ന രീതിയിൽ അറിയിപ്പുകളൊക്കെ വന്നതായിരുന്നു. എന്നാൽ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്കെല്ലാം തന്നെ ഒന്നാമത്തെ ഗഡു എത്തിയിരുന്നു. കിസാൻ സമ്മാൻ നിധിയിലെ അംഗങ്ങൾക്ക് 6000 രൂപ നൽകുന്നത് പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാരാണ്. അതിൽ സംസ്ഥാന സർക്കാരുകൾക്ക് പങ്കൊന്നുമില്ല. അതിനാൽ കിസാൻ സമ്മാൻ നിധിയിലെ 2000 രൂപ എങ്ങനെ വിതരണം ചെയ്യണം, ആർക്കെല്ലാം എന്നതൊക്കെ പൂർണ്ണമായിട്ടും കേന്ദ്ര സർക്കാർ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഇക്കാര്യം കർഷകരെ അറിയിക്കുന്നതിനായിട്ട് PM കിസാൻ Government.in എന്ന ഔദ്യോഗിക പോർട്ടലും കേന്ദ്ര സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. കിസാൻ സമ്മാൻ നിധിയിൽ ചേരുന്നതിനും അംഗങ്ങളായവർക്ക് പുതുതായി എന്തെങ്കിലും മാനദണ്ഡങ്ങൾ പൂർത്തീകരിക്കുവാൻ ഉണ്ട് എങ്കിൽ അക്കാര്യങ്ങളെല്ലാം ഔദ്യോഗിക വെബ്സൈറ്റ് വഴി കേന്ദ്ര സർക്കാർ അറിയിക്കുന്നതാണ്. ഇതുകൂടാതെ കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്ട്രേഷൻ ചെയ്ത മൊബൈലിലും വിതരണവുമായി ബന്ധപ്പെടുത്തിയുള്ള അറിയിപ്പുകളൊക്കെ എത്തിച്ചേരുന്നതാണ്. കേരളത്തിലെ കർഷകർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം സംസ്ഥാനത്തെ കർഷകരുടെയും കൃഷിയുടെയും ഡാറ്റ സംസ്ഥാനം കേന്ദ്രവുമായി പങ്കുവയ്ക്കുന്നതിൽ വിമുഖത കാണിക്കുന്നതാണ്. കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് കർഷകരെല്ലാം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം മുടങ്ങുമെന്ന് കേട്ട് കതിർ ആപ്പിൽ പോയി രജിസ്ട്രേഷൻ ചെയ്തത്. ഇപ്പോൾ കർഷകരോട് ആവശ്യപ്പെടുന്നത് അഗ്രിസ്റ്റാക്ക് എന്ന മറ്റൊരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ്, അല്ലെങ്കിൽ ആനുകൂല്യം മുടങ്ങുമെന്നാണ്. കിസാൻ സമ്മാൻ നിധിയുടെ 2000 കിട്ടില്ല എന്ന് പറഞ്ഞ് കർഷകരെ ഭയപ്പെടുത്തുകയാണ് നിലവിലിപ്പോൾ. കേരളത്തിലെ കൃഷിഭൂമിയെക്കുറിച്ചും കർഷകരെ കുറിച്ചുമുള്ള എല്ലാ ഡേറ്റയും കേന്ദ്ര കൃഷി പോർട്ടലിൽ ഉൾപ്പെടുത്തുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് അംഗീകരിക്കില്ല എന്ന് കേരളം വ്യക്തമാക്കിയിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ കാർഷിക നയങ്ങൾക്കെതിരായതിനാൽ കേരളത്തിൻ്റെ കൃഷിയും കർഷകരുമായി ബന്ധപ്പെടുത്തിയുള്ള ഡേറ്റ കേന്ദ്ര സർക്കാർ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിലപാട് കടുപ്പിച്ചു. മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇക്കാര്യം നേരത്തെ തന്നെ ഏതാണ്ട് പൂർത്തീകരിക്കുകയും ചെയ്തിരുന്നു. കർഷകരുടെ കൃത്യമായിട്ടുള്ള ഡേറ്റയും കർഷക ID-യുമൊക്കെ ഇല്ല എങ്കിൽ കേരളത്തിൽ മാത്രമുള്ള കർഷകർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ മുടങ്ങുമെന്ന സാഹചര്യം വന്നപ്പോഴാണ് സംസ്ഥാനത്ത് കതിർ ആപ്പ് എന്നൊരു പോർട്ടൽ കൊണ്ടുവന്നത്. കർഷകർ ഇതിൽ രജിസ്ട്രേഷൻ ചെയ്തില്ല എങ്കിലും ഈ ഡേറ്റ കേന്ദ്രവുമായി പങ്കുവയ്ക്കുവാൻ സംസ്ഥാനം തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ കൃത്യമായി പറഞ്ഞു, അഗ്രിസ്റ്റാക്ക് എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പോർട്ടലിൽ കർഷകരുടെ വിവരങ്ങൾ കൃത്യമായിട്ടും അപ്ലോഡ് ചെയ്യണമെന്ന്. അതാണിപ്പോൾ വീണ്ടും കർഷകരെ ഓടിച്ചിട്ട് പിടിച്ച് അഗ്രിസ്റ്റാക്ക് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യിപ്പിക്കുന്നത്. കൃഷിഭവനുകൾ വഴിയാണ് നിലവിൽ അഗ്രിസ്റ്റാക്ക് പോർട്ടലിൽ രജിസ്ട്രേഷൻ നടന്നു വരുന്നത്. കിസാൻ നിധിയിലുള്ളവർ കേന്ദ്ര സർക്കാരിൻ്റെ അഗ്രിസ്റ്റാക്ക് പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്നാൽ കതിർ ആപ്പിൽ രജിസ്ട്രേഷൻ ചെയ്തില്ല എങ്കിലും കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. എങ്കിലും സംസ്ഥാന സർക്കാർ വക ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന് പറയുന്നതിനാൽ കതിർ ആപ്പ് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അഗ്രിസ്റ്റാക്ക് പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്യുവാൻ പോകുന്ന കർഷകരോട് കേരള കർഷക മാസികയൊക്കെ വാങ്ങുവാൻ ചിലയിടങ്ങളിൽ ആവശ്യപ്പെടുന്നുണ്ട്. അതൊന്നും വാങ്ങിയില്ല എങ്കിലും കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം അക്കൗണ്ടിൽ എത്തുന്നതാണ്. അഗ്രിസ്റ്റാക്ക് ഫാർമറേഷൻ ചെയ്യണമെന്ന് മെയ് 14 മുതലാണ് നമ്മുടെ സംസ്ഥാനത്ത് അറിയിപ്പ് വന്നത്. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇത് 8 മാസത്തോളമായി നടന്നു വരുന്നുണ്ട്. PM കിസാൻ നിധി ഉൾപ്പെടെ 4 കേന്ദ്ര പദ്ധതികളിൽ ഉൾപ്പെട്ടവരുടെ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ ശേഖരിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. അതിനാൽ നിങ്ങളിതിൽ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഇതിനായി കേന്ദ്ര സർക്കാർ ആവശ്യത്തിന് സമയം നൽകുന്നതാണ്. അതിനാൽ 20ാം ഗഡു മുടങ്ങുമെന്ന് കരുതി ആരും ഓടിപ്പിടിച്ച് ചെന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ KYC ചെയ്യുവാനും ലാൻഡ് സീഡിംഗ് ചെയ്യുവാനുമൊക്കെ കേന്ദ്ര സർക്കാർ ധാരാളം സമയം തന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. 20ാമത് ഗഡുവിൻ്റെ വിതരണം ജൂൺ മാസത്തിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് കാണുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ തന്നെ PM കിസാൻ
കിസാൻ നിധിയുടെ പേരിൽ കേരളത്തിൽ ഓൺലൈൻ തട്ടിപ്പ് നടക്കുന്നതായിട്ട് പോലീസും അറിയിച്ചിട്ടുണ്ട്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നിന്നായി കർഷകരുടെ 14 ലക്ഷത്തോളം രൂപ അക്കൗണ്ടിൽ നിന്ന് നഷ്ടമായതായിട്ട് 15ഓളം പരാതികൾ സൈബർ പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. PM കിസാൻ യോജനയെക്കുറിച്ച് വിവരിക്കുന്ന സന്ദേശവും ഒപ്പം ആപ്ലിക്കേഷൻ ഫയലിലൂടെ പ്രചരിപ്പിച്ചാണ് തട്ടിപ്പ്. ആപ്ലിക്കേഷൻ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി ഫോണിൻ്റെ നിയന്ത്രണം കൈയടക്കുന്ന തട്ടിപ്പുകാർ ഉപഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുകയാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് തട്ടിപ്പുകൾക്ക് പിന്നിലെ സൈബർ കുറ്റവാളികളെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഉടനടി പരാതിപ്പെട്ടതിനെ തുടർന്ന് ചില കേസുകളിൽ ഉടനടി തന്നെ നടപടികൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു വെക്കേണ്ടതാണ്. ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.